Hey guys, welcome back to the channel. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. എന്തായാലും അത് ഇത്തിരി സ്പെഷ്യൽ ആവുമെന്ന് കരുതി. മറ്റൊന്നുമല്ല, ഇന്ന് വരെ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തതിൽ വെച്ച് ഏറ്റവും വില കൂടിയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ഓപ്പോ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത റെനോ സീരീസിലെ, അതായത് അവരുടെ ഫ്ലാഗ്ഷിപ്പ് സീരീസായ റെനോ സീരീസിലെ ഏറ്റവും ടോപ്പ് മോഡൽ റെനോ 7 Pro, അതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. സാധനം ഇവിടെ തന്നെ ഉണ്ട്. ഇതാ ബോക്സ് നിങ്ങൾ കണ്ടല്ലോ, ഒരു പച്ച എന്ന് പറയാൻ പറ്റില്ല, അപ്പോൾ അത്തരത്തിലുള്ള ഒരു കളറിലുള്ള ബോക്സിലാണ് ഈ ഒരു സാധനം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഓൾറെഡി പല യൂട്യൂബേഴ്സും ഇതിനെ പറ്റിയുള്ള റിവ്യൂ ചെയ്തിട്ടുണ്ട്, പ്രമുഖരായിട്ടുള്ള ഏകദേശം എല്ലാവരും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ ടാഗ് ലൈൻ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ദ പോർട്രേറ്റ് എക്സ്പേർട്ട് എന്നാണ്. അപ്പോൾ ക്യാമറയിൽ കൂടുതലായിട്ടും എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാൻ ചാൻസുള്ള ഒരു മോഡൽ തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഞാൻ ക്യാമറ റിവ്യൂസ് കുറേ തപ്പി നോക്കി, പക്ഷേ അധികം ആരും അങ്ങനെ ക്യാമറ റിവ്യൂ ഇട്ടതായിട്ട് കണ്ടിട്ടില്ല. നമ്മളിന്ന് കൂടുതലായിട്ട് പരിശോധിക്കാൻ പോകുന്നതും ആ ഒരു കാര്യം തന്നെയാണ്. എത്രത്തോളമാണ് ആ പോർട്രേറ്റ് എക്സ്പേർട്ട് എന്നൊരു വാക്ക് ഇതിന് യോജിക്കുന്നതെന്ന് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അധികം ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. 3, 2, 1. യെസ് ഗൈസ്, ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. സ്മാർട്ട് ഫോണിനെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ മാറ്റി വെക്കുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി തരാം. പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് കേസ് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയുള്ള ക്യാമറ ബമ്പൊക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കേസാണിത്. താഴെ യൂസർ മാനുവൽ, വാറണ്ടി കാർഡ്, സിം ഇജക്റ്റിംഗ് ടൂൾ ഒക്കെ ഉണ്ട്. ഇതിൽ വന്നിരിക്കുന്ന ഈ ഒരു ചാർജർ 65 വാട്ട് വൂക്ക് ചാർജർ ആണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ ഫുൾ ചാർജിലേക്ക് എത്തിക്കുവാൻ ഇത് സഹായിക്കും. കൃത്യമായി പറഞ്ഞാൽ വെറും 31 മിനിറ്റ് മാത്രം മതി. 4500 mAh ബാറ്ററി. സോ ചാർജിങ്ങിന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല, നല്ല അടിപൊളി ചാർജർ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു ടൈപ്പ് സി കേബിളും ഇതിന്റെ കൂടെ കാണാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ബോക്സിനകത്തുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഓപ്പോ റെനോ 7 Pro ഒന്ന് കയ്യിലെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇത് എൻ്റെ കയ്യിൽ കാണുമ്പോൾ എന്താണോ തോന്നുന്നത്, അത് തന്നെയാണ് എനിക്കും ഇപ്പോൾ തോന്നുന്നത്. വേറൊന്നുമല്ല, ഇതിൻ്റെ ഡിസൈൻ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ബാക്ക് പാനലും അതുപോലെ തന്നെ ക്യാമറ മൊഡ്യൂളും ഒക്കെയാണ് കമ്പനി ഇതിൽ നൽകിയിരിക്കുന്നത്. ഇത്ര മികച്ച ഡിസൈനുള്ള ഒരു സ്മാർട്ട് ഫോൺ ഈ പ്രൈസ് സെഗ്മെന്റിൽ നമുക്ക് എവിടെ തപ്പി നോക്കിയാലും എങ്ങനെ തപ്പി നോക്കിയാലും കിട്ടുകയില്ല. കൂടാതെ ആദ്യമായിട്ടാണ് ഒരു സ്മാർട്ട് ഫോണിൽ LDI അഥവാ ലേസർ ഡയറക്റ്റ് ഇമേജിംഗ് എന്ന പ്രോസസ് വഴി ഒരു ബാക്ക് പാനൽ നിർമ്മിക്കുന്നത്. ഷൂട്ടിംഗ് സ്റ്റാർസിനെ അനുസ്മരിപ്പിച്ച രീതിയിലുള്ള കുറേയധികം മൈക്രോ ലൈൻസ് നിങ്ങൾക്ക് ഈ ഒരു പാനലിൽ കാണുവാൻ കഴിയും. ഇത്തരത്തിലുള്ള ഒരു ബാക്ക് പാനൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഫിംഗർ പ്രിന്റ് പതിയുകയോ അല്ലെങ്കിൽ സ്ക്രാച്ചസ് ഉണ്ടാവുകയോ ഒന്നും തന്നെ ചെയ്യുകയില്ല. ഓക്കെ, ഇനി ഒരു സ്മാർട്ട് ഫോണിന്റെ വശങ്ങളിലേക്ക് പരിശോധിച്ചാൽ വോളിയം കീസ് അപ്പും ഡൗണും സെപ്പറേറ്റ് ആയി തന്നെ നൽകിയിട്ടുണ്ട്. താഴെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ സിം സ്ലോട്ട്, മൈക്രോഫോൺ, ചാർജിംഗ് പോർട്ട്, അതുപോലെ തന്നെ സ്പീക്കർ, ഗ്രിൽ എന്നിവയൊക്കെ കാണുവാൻ കഴിയും. ഇതിന് സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. താഴെയും മേലെയും സ്പീക്കേഴ്സ് ഉണ്ട്. ഓക്കെ, വലതുവശത്തായിട്ടാണ് ലോക്ക് ബട്ടൺ ഉള്ളത്. അതിന് കുറുകെ ചെറിയൊരു ഗ്രീൻ ലൈൻ കൂടി കാണാം. ഒരു കൊത്തുപണി, അത്രയേ ഉള്ളൂ. അപ്പോൾ ആകെ മൊത്തത്തിൽ ഒരു ബോക്സി ടൈപ്പാണ് ഫോൺ. സ്വാഭാവികമായും ഐഫോൺ 12 സീരീസ് ഇറങ്ങിയതിന് ശേഷം ഇങ്ങോട്ടുള്ള പല ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളുടെയും ഡിസൈൻ പരിശോധിച്ചാൽ മനസ്സിലാകും, പലരും ആ ഒരു ബോക്സി ടൈപ്പ് ഡിസൈൻ പിന്തുടരാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, എങ്കിലും ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ലുക്സ് ആയിക്കോട്ടെ, ബിൽഡ് ക്വാളിറ്റി ആയിക്കോട്ടെ, എല്ലാം തന്നെ വേറെ ലെവലാണ്. വെറും 7.45 mm മാത്രമേ ഇതിന് തിക്നെസ് വരുന്നുള്ളൂ. 180 ഗ്രാമാണ് വെയിറ്റ്. സോ ഇതിന്റെ ഇൻഹാൻഡ് ഫീൽ എന്ന് പറയുന്നതും അടിപൊളിയാണ്. കുറേ സമയം ഉപയോഗിച്ചാലും താരതമ്യേന വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ കൈക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും അനുഭവപ്പെടുന്നില്ല. ഡിസ്പ്ലേയുടെ ഭാഗത്ത് നിന്നാലും നല്ല റെസ്പോൺസ് തന്നെ ലഭിക്കുന്നുണ്ട്. 6.5 ഇഞ്ച് വലിപ്പമുള്ള 2400x1080 പിക്സൽ റെസൊല്യൂഷനോട് കൂടിയ ഒരു ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത്. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ലഭിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇതിന്റെ ബെസൽസ് ഒക്കെ നന്നേ കുറവാണ്. 92.8% സ്ക്രീൻ ടു ബോഡി റേഷ്യോ. ആമസോൺ പ്രൈം വീഡിയോ, നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള ആപ്പുകളിലെ കണ്ടന്റ്സ് ഒക്കെ ഫുൾ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ആസ്വദിക്കുവാൻ സാധിക്കും. കാരണം HDR10+ന്റെ സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ഫ്രണ്ടിൽ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ആണ്. സോ ഡിസ്പ്ലേയും മൊത്തത്തിൽ അടിപൊളിയാണ്. ഡിസ്പ്ലേ മാത്രം മതിയോ, സ്പീക്കർ കൂടി നമുക്കൊന്ന് നോക്കണ്ടേ. ഇതിന് സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. അതായത് താഴെയും അതുപോലെ തന്നെ മേലെയും ഒരുപോലെ സൗണ്ട് ക്വാളിറ്റി കിട്ടുന്ന സ്പീക്കേഴ്സ് ഇതിനുണ്ട്. സോ അതിൻ്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം.
ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൽ നിന്നും ലഭിക്കുന്ന ആ ഒരു ബേസും അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റിയും എത്രത്തോളം മികച്ചതാണെന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ മീഡിയ കൺസപ്ഷന്റെ കാര്യത്തിലും നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ് ഈ സ്മാർട്ട് ഫോണിൽ നിന്നും ലഭിക്കുന്നത്. സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിയിൽ മറ്റൊരു ബ്രാൻഡ്സിനും അവകാശപ്പെടാനില്ലാത്ത ഒരു കാര്യമാണ് ഈ ഓർബിറ്റ് ബ്രീത്ത് ലൈറ്റ്. ക്യാമറയ്ക്ക് ചുറ്റും നിങ്ങൾക്കൊരു നീല വെളിച്ചം കാണാം. ചാർജ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ കോൾ വരുമ്പോൾ പിന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. സോ സൈലന്റ് മോഡിലാണെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നോട്ടീസ് ചെയ്യുവാൻ സാധിക്കും. നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണിത്. വരും കാലങ്ങളിൽ മിക്കവാറും മറ്റുള്ള സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സും ഈ ഒരു സാധനം കോപ്പി ചെയ്യാൻ സാധ്യതയുണ്ട്. ഗൈസ്, ഇതിൽ കൂടുതലായിട്ടും എന്നെ ആകർഷിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന് ഒരേ ഒരു വേരിയന്റ് മാത്രമേ ഉള്ളൂ എന്നതാണ്. അതും 12GB റാമും 256GB സ്റ്റോറേജുമുള്ള ഒരേ ഒരു വേരിയന്റ്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്കധികം കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങണം എന്ന് തീരുമാനിച്ചാൽ ഒറ്റ വേരിയന്റേ ഉള്ളൂ, അത് ഡയറക്റ്റ് ആയി അങ്ങ് പർച്ചേസ് ചെയ്യാം. പിന്നെ MediaTek Dimensity 1200 Max എന്ന ഏറ്റവും പുതിയ 5G ചിപ്സെറ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. 3 GHz ക്ലോക്ക് സ്പീഡോട് കൂടിയ ഒക്ടാകോർ പ്രൊസസർ ആണ് ഇതിലുള്ളത്. റാം എക്സ്പാൻഷൻ എന്ന ഫീച്ചറിൽ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഓപ്ഷനിൽ പോയി ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെർച്വൽ റാമിന്റെ ഉപയോഗം 7GB വരെ റാം കൂട്ടി ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. 12GB തന്നെ ഓൾറെഡി ഫോണിലുണ്ട്. ഒരു ആൾക്ക് യൂസ് ചെയ്യാൻ എന്തായാലും അത് മതിയാവും. ഈ 7GB റാമിൻ്റെ എക്സ്പാൻഷൻ 19GB ഒന്നും ആക്കി ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല. ഇനി എങ്ങനെ യൂസ് ചെയ്താലും 12GB തന്നെ ധാരാളമാണ്. LPDDR4X ടൈപ്പ് ഓഫ് റാം ആണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ UFS 3.1 ആണ് സ്റ്റോറേജ് ടൈപ്പ്. Android 11 ബേസ്ഡ് ആയിട്ടുള്ള ColorOS 12 ആണ് ഇതിൽ വരുന്നത്. ColorOS എന്നാൽ ഓപ്പോയുടെ കസ്റ്റമൈസ്ഡ് OSനെ വിളിക്കുന്ന പേരാണ്. സോ ആ ഒരു ColorOSന്റെ ഏറ്റവും പുതിയ വേർഷൻ തന്നെ നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള പല തരത്തിലുള്ള കസ്റ്റമൈസേഷൻസും ഇത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ വന്ന പുതിയൊരു ഫീച്ചറാണ്. അങ്ങനെ പല ഫീച്ചേഴ്സും പല ഓപ്ഷൻസും ഈ ColorOS 12 അതെന്തായാലും നമുക്കൊരു ബെനിഫിറ്റ് തന്നെയാണ്. കൂടാതെ ഇതിൽ X-ആക്സിസ് ലീനിയർ മോട്ടോർ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും ലഭിക്കുന്ന ആ ഒരു വൈബ്രേഷൻ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഒരു രക്ഷയുള്ള ഗൈസ്. നിങ്ങൾക്ക് ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ കൂടുതലായിട്ടും അത് അനുഭവിച്ചറിയാൻ പറ്റും. മാത്രമല്ല നിങ്ങൾ ഈ ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഫ്രെയിം ഡ്രോപ്പോ അല്ലെങ്കിൽ ഒരു ലാഗോ ഒക്കെ ഫീൽ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇതിൽ AI ഫ്രെയിം റേറ്റ് സ്റ്റെബിലൈസർ എന്നൊരു ഫീച്ചർ കൂടിയുണ്ട്. ഇതുള്ളത് കൊണ്ട് തന്നെ നല്ല ഫ്ലൂയിഡ് ആയിട്ടുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഷുവറായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ചില ആപ്പുകളൊക്കെ ഇൻബിൽറ്റ് ആയി തന്നെ ഫോണിൽ വരുന്നുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുവാൻ പറ്റുന്നതാണ്. എന്തായാലും ഇത്രയൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഭാഗത്തു നിന്നുള്ള പെർഫോമൻസ് കുറയുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി എല്ലാ പരിപാടിയും ഏകദേശം കഴിഞ്ഞു. ഇനി ഞാൻ ആദ്യമേ പറഞ്ഞ ആ ഒരു കാര്യം, ദ പോർട്രേറ്റ് എക്സ്പെർട്ട് എന്ന വാക്ക് ഇതിന് യോജിക്കുന്നുണ്ടോ ഇല്ലയോ അതൊന്ന് നോക്കാം. സോ ക്യാമറ റിവ്യൂയിലേക്ക് കടക്കാം. പിന്നിൽ 3 ക്യാമറകളാണുള്ളത്. ഒരു 50 മെഗാപിക്സലിന്റെ മെയിൻ ലെൻസ്, സോണിയുടെ IMX766 എന്ന സെൻസറാണ് ഓപ്പോ ഇതിനായിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഒരു അൾട്രാവൈഡ് ലെൻസ്, അത് 8 മെഗാപിക്സലിൻ്റെതാണ്. പിന്നെ ഒരു 2MP മാക്രോ ലെൻസും ഉണ്ട്. അങ്ങനെ ടോട്ടലി 3 ക്യാമറകളാണ് പിന്നിലുള്ളത്. 32 മെഗാപിക്സലിൻ്റെതാണ് സെൽഫി ക്യാമറ. വേൾഡിലെ തന്നെ ആദ്യത്തെ സോണി IMX709 എന്ന അൾട്രാ സെൻസിങ് സെൻസറാണ് ഇതിന്റെ ഫ്രണ്ട് ക്യാമറയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഇതിന്റെ ക്യാമറയിൽ വരുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. വൈഡ് ആംഗിളിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ തന്നെ 2Xലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ തന്നെ സാധാരണ എല്ലാ സ്മാർട്ട് ഫോണിനും ഉള്ളതുപോലെ തന്നെ കാണുന്നുണ്ട്. താഴെയായിട്ട് പോർട്രേറ്റ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലാണ് ബൊക്കെ ഫ്ലെയർ പോർട്രേറ്റ്, അതുപോലെ തന്നെ AI കളർ പോർട്രേറ്റ് അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ലഭിക്കുന്നത്. ഈ ബൊക്കെ ഫ്ലെയർ പോർട്രേറ്റ് ആണ് ഈ ഒരു ഫോണിൽ മെയിനായിട്ടും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീച്ചർ. അതിൻ്റെ സാമ്പിൾസ് ഒക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. മോർ എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ എക്സ്പെർട്ട്, എക്സ്ട്രാ HD, പനോരമ, മാക്രോ, ഡ്യുവൽ വീഡിയോ മോഡ് അങ്ങനെയുള്ള അനവധി ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട്. ഇനി താഴെയുള്ള വീഡിയോ മോഡിലേക്ക് വരികയാണ്. വീഡിയോയിൽ മുകളിലായിട്ട് നമുക്ക് ഫ്ലാഷ് ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. തൊട്ടിപ്പുറത്തായി അൾട്രാ സ്റ്റഡി മോഡ് ഉണ്ട്. 180p at 60 FPS ആ ഒരു ക്വാളിറ്റിയിലാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുക അൾട്രാ സ്റ്റഡി വീഡിയോസ്. നോർമൽ വീഡിയോസ് 4K at 30 FPS വരെയുള്ള ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്യുവാൻ സാധിക്കും. പിന്നെ താഴെ ഇടതുഭാഗത്തായിട്ട് പുതിയൊരു ഐക്കൺ കാണാം. ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയിലെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ അഡ്ജസ്റ്റ് ചെയ്യുവാൻ സാധിക്കും, അതും 25 ലെവൽ വരെ. എന്തായാലും ഇത്രയധികം ഫീച്ചേഴ്സ് ആണ് ഇതിൻ്റെ ക്യാമറയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഞാൻ എടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ് ഉണ്ട്, അതൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ക്വാളിറ്റി. ഓക്കെ, ഇത് AI ബൊക്കെ ഫ്ലെയർ പോർട്രേറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എടുത്ത ഒരു വീഡിയോ ആണ്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബ്ലർ ആയത് നിങ്ങൾക്ക് മനസ്സിലാകും, അടിപൊളിയായിട്ടുണ്ട്. ഇത് AI കളർ പോർട്രേറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് എടുത്തതാണ്. ബാക്ക്ഗ്രൗണ്ട് മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റും നമ്മൾ മൊത്തം കളറുമായിരിക്കും. ഇത് നോർമലി 4Kയിൽ എടുത്ത ഒരു വീഡിയോ ആണ്. സ്റ്റെബിലൈസേഷൻസ് ഒക്കെ ഓക്കെ ആണ്. നല്ല രീതിയിലുള്ള കളറും കാര്യങ്ങളും ഒക്കെ ഈ ഒരു വീഡിയോയ്ക്കും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഡ്യുവൽ വീഡിയോ മോഡ് ഉപയോഗിച്ചുകൊണ്ട് എടുത്ത ഒരു വീഡിയോ ആണ്. ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒരേ സമയം നല്ല ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. വ്ളോഗേഴ്സിനൊക്കെ എന്തായാലും നല്ല രീതിയിൽ ഇത് ഉപകാരപ്പെടും.
നോർമലി എടുത്ത ഫോട്ടോസിന് നല്ല ക്വാളിറ്റി ലഭിക്കുന്നുണ്ട്. കളേഴ്സൊക്കെ കൃത്യമായി തന്നെയാണ് കാണിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തെടുത്ത് ഈ ഫോട്ടോസ് കുറച്ചുകൂടി ഭംഗിയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മെയിൻ ക്യാമറയിൽ എടുത്ത ഈ ഫോട്ടോ ആയാലും അൾട്രാ വൈഡിൽ എടുത്ത ഫോട്ടോ ആയാലും നല്ല രീതിയിലുള്ള ഡൈനാമിക് റേഞ്ച് ഒക്കെ ലഭിക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഈ ഒരു ഫോട്ടോ ഞാൻ സൂര്യൻ നല്ല രീതിയിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന സമയത്ത് എടുത്ത ഒരു ഫോട്ടോ ആണിത്. എന്നിട്ട് പോലും സ്കൈ ഒക്കെ വൃത്തിയായി തന്നെ കാണുന്നുണ്ട്. ആ സൂര്യൻ്റെ ഭാഗം ഓവർ എക്സ്പോസ്ഡ് ആകാതെ ലൈറ്റ് കുറഞ്ഞു തന്നെയാണ് പതിഞ്ഞിട്ടുള്ളത്. പിന്നെ ഏതൊരു സ്മാർട്ട് ഫോൺ ആയാലും വില കൂടിയതോ കുറഞ്ഞതോ ആയ സ്മാർട്ട് ഫോൺ ആയാലും മാക്രോ മോഡ് കൊണ്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടാവാറില്ല. നോർമൽ ക്വാളിറ്റിയെ മാക്രോ മോഡിൽ നിന്നും ഇതുപോലെ ലഭിക്കുന്നുള്ളൂ. നൈറ്റ് മോഡിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. നോർമലി രാത്രി എടുക്കുന്ന ഒരു ഫോട്ടോയും നൈറ്റ് മോഡ് ഉപയോഗിച്ച് എടുക്കുന്ന ഫോട്ടോയും തമ്മിൽ നല്ല വ്യത്യാസം അറിയാനുണ്ട്. നേരത്തെ ക്യാമറ ഫീച്ചേഴ്സ് പറയുന്ന സമയത്ത് ഇത് ഞാൻ സൂചിപ്പിച്ചിരുന്നു, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഇതാണ് സംഭവം. ഇത്തരത്തിൽ നമുക്ക് ഒരു വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ നല്ല രീതിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. കൃത്യമായി തന്നെ വർക്ക് ആവുന്നുമുണ്ട്. അപ്പോൾ റിയർ ക്യാമറയുടെ കാര്യം ഏകദേശം കഴിഞ്ഞു. ഇനി സെൽഫി ക്യാമറയിലേക്ക് വരാം. ഈ ഒരു വീഡിയോ നിങ്ങൾ നോക്കൂ. എത്ര മികച്ച ക്വാളിറ്റിയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. വേൾഡിലെ ആദ്യത്തെ സെൻസർ സോണി IMX709 ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് വെറുതെ അല്ല എന്ന് ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. സെൽഫി ക്യാമറയിൽ വന്നിരിക്കുന്ന മറ്റൊരു ഫീച്ചറാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. നമ്മൾ സെൽഫി എടുക്കുന്ന സമയത്ത് മറ്റൊരു പേഴ്സൺ കൂടി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് വൈഡ് ആംഗിൾ ആകും. ആ ഒരു പ്രത്യേകത കൂടി ഈ ക്യാമറ സെൻസറിനുണ്ട്. എന്തായാലും ഇതും വളരെ നല്ല ഒരു ഫീച്ചറായിട്ടാണ് ഫീൽ ചെയ്തത്. ഇനി ഇതിലെടുത്ത കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യാം. സ്കിൻ ടോൺ ഒക്കെ പെർഫെക്റ്റ് ആണ്, യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. പിന്നെ പലരും പറയാറുണ്ട് ഓപ്പോ നല്ല രീതിയിൽ വെളുപ്പിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. എന്തായാലും ഈ സ്മാർട്ട് ഫോണിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. നാച്ചുറൽ, അതായത് ഓവർ വെളുപ്പിക്കാതെ നാച്ചുറലായി തന്നെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഇത്രയും ക്വാളിറ്റി ഫോട്ടോസിനും വീഡിയോസിനും ഒക്കെ ലഭിക്കാനുള്ള ഒരു കാരണം സാധാരണ സ്മാർട്ട് ഫോണുകളിൽ വരുന്ന RGB സെൻസറുകളെ അപേക്ഷിച്ച് ഓപ്പോയിൽ ഇപ്പോൾ വന്നിട്ടുള്ള RGBW സെൻസറിന് 60% അധികം ലൈറ്റ്സിനെ ക്യാപ്ചർ ചെയ്യുവാനും അതുപോലെ തന്നെ 35% തടസ്സങ്ങൾ ഇല്ലാതാക്കുവാനും സാധിക്കും എന്നത് തന്നെയാണ്. എന്തായാലും റിയർ ക്യാമറ ആയാലും സെൽഫി ക്യാമറ ആയാലും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതല്ല എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ്. ഇനി ഈ സ്മാർട്ട് ഫോണിൻ്റെ കളറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 കളറിൽ അവൈലബിൾ ആണ്. സ്റ്റാർ ട്രെയിൽസ് ബ്ലൂ, അതുപോലെ തന്നെ സ്റ്റാർലൈറ്റ് ബ്ലാക്ക്. 12 GB റാമും 256 GB സ്റ്റോറേജും വരുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഇന്ത്യയിലെ വില എന്ന് പറയുന്നത് 39,990, 40,000 രൂപയാണ്. സോ ആരൊക്കെയാണ് ഈ സ്മാർട്ട് ഫോൺ വാങ്ങേണ്ടത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ഡിസൈനോട് കൂടി നല്ല ക്യാമറ ക്വാളിറ്റി ലഭിക്കുന്ന, നല്ല പെർഫോമൻസ് ലഭിക്കുന്ന ഒരു പ്രീമിയം സ്മാർട്ട് ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു മോഡലാണ് Oppo Reno 7 Pro. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.